കമ്പനിയുടെ ബോസ് റോഡിന്റെ അരികിൽ നിന്ന് വളരെ ടെൻഷനായിട്ടൊന്ന് ഫോൺ വിളിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ കമ്പനിയിലെ ജീവനക്കാർ എല്ലാവരും കൂടെ ഒരു ബസ്സിൽ നിന്ന് യാത്ര ചെയ്യുകയായിരുന്നു. കമ്പനി ബസ്സിലായിരുന്നു ഇവർ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഉടൻ തന്നെ അതിൽ ഒരാൾ പറഞ്ഞു, വണ്ടി നിർത്തും, നമ്മുടെ ബോസ് റോഡിന്റെ അരികിൽ വിഷമിച്ച് നിൽക്കുന്നു. എന്നിട്ട് അതിൽ നിന്ന് രണ്ടുപേർ ഇറങ്ങി ചെല്ലുകയും ബോസിനോട് ചോദിച്ചു, എന്താണ് ബോസ് പ്രശ്നം, എന്താ ഞങ്ങൾ സഹായിക്കണോ എന്ന് ചോദിച്ചു. വളരെ താഴ്മയിലും സ്നേഹത്തോടെയുമാണ് അദ്ദേഹത്തിനോട് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരുന്ന വണ്ടി കേടായി, എനിക്കൊരു മെക്കാനിക്കിന്റെ ആവശ്യമുണ്ട്, ഈ വണ്ടി ഇവിടെ നിന്ന് നന്നാക്കി കൊണ്ടുപോകാൻ എന്ന് അദ്ദേഹത്തിന്റെ ബോസ് പറയുകയും തന്നെ ജോലിക്കാർക്ക് മനസ്സിലായി അവരുടെ വണ്ടിയിൽ ഒരു മെക്കാനിക് ഉണ്ടെന്ന്. ഉടനെ തന്നെ അവർ കയറി ചെന്ന് വിളിക്കുകയും മെക്കാനിക് ഇറങ്ങി വരികയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള നല്ലൊരു മെക്കാനിക്കാണ്, ഇദ്ദേഹം സാറിന് വണ്ടി നന്നാക്കി തരും എന്ന് പറയുകയും ഉടനെ തന്നെ ആ മെക്കാനിക്ക് ഓടിച്ചെല്ലുകയും അദ്ദേഹത്തിന്റെ വണ്ടി നന്നാക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. എന്റെ ഫ്രണ്ടിലത്തെ ബോണറ്റ് തുറന്നു അതിനകത്തുള്ള പണികൾ ചെയ്യുകയും ചെയ്യുന്നു. മെക്കാനിക്ക് പലതരമായിട്ട് കഷ്ടപ്പെട്ട് ചെയ്തിട്ട് മനസ്സിലായി ഇതിന്റെ വയറ് പോയതാണ്, ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കൂടെയുള്ള എംപ്ലോയീസിന്റെ മുഖത്ത് നോക്കി നിരാശയോടെ നോക്കിയിട്ട് പറഞ്ഞു പറ്റത്തില്ലെന്ന്. അപ്പോഴത്തേക്ക് ബോസിനും വിഷമമായി. എന്നാൽ ബോസിനെയും കൂടെ നമ്മുടെ വണ്ടിയിൽ കൊണ്ടുപോയാലോ എന്താണെന്ന് പറഞ്ഞ ഒരു ഐഡിയ അദ്ദേഹത്തിന്റെ മനസ്സിൽ കത്തുകയും ചെയ്യും. ബോസ് അന്നേരം മെക്കാനിക്കിനെ വിളിക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് ഇദ്ദേഹം പറഞ്ഞു, വരൂ നമുക്ക് നമ്മുടെ വണ്ടിയിൽ പോവാം, സമയം ഇനിയുമായിട്ടില്ല നോയമ്പ് തുറക്കാൻ, ബസ്സിൽ പോയാൽ കറക്റ്റ് ടൈമിന് വീട്ടിലെത്താൻ കഴിയും എന്ന് ജോലിക്കാർ പറയുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം ഒന്ന് മടിച്ചു നിന്നെങ്കിലും പിന്നെ പറഞ്ഞു, ഇത് സാറിന്റെ വണ്ടി തന്നെയല്ലേ, സാറിന്റെ കമ്പനിയുടെ സ്വന്തം വണ്ടി, പിന്നെ എന്തിനാണ് സാർ മടിക്കുന്നത് എന്ന് പറഞ്ഞ് ഇവിടെ നിർബന്ധിച്ചതും അദ്ദേഹം വന്ന് കയറിയതും ചെയ്തു. അപ്പോൾ ബസ്സിലുള്ള അദ്ദേഹത്തിന്റെ ജീവനക്കാർ എല്ലാം എണീറ്റ് നിന്ന് തൊഴുകയും ബഹുമാന സൂചകം അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹം വന്ന് ബസ്സിന്റെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുകയും അതിനുശേഷം ബസ് നേരെ അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് വിടുകയും ചെയ്തു. മറ്റുള്ളവർക്കെല്ലാം പേടിയായിരുന്നു അദ്ദേഹത്തെ നോക്കാൻ. അവരെല്ലാം പേടിച്ച് ഒളിച്ച് അകത്തോട്ട് കയറിയിരിക്കുന്നു. ബോസ് ഇത് മനസ്സിലാവുകയും ചെയ്തു എന്താണ് ഇത്ര ഭയം അദ്ദേഹത്തിനോട്. അയാൾ നോക്കിയപ്പോൾ ഫോൺ ചാർജ് ചെയ്യാൻ ഒരു സൗകര്യമില്ല. അപ്പോൾ അടുത്തിരുന്ന അദ്ദേഹത്തിന്റെ എംപ്ലോയി പറഞ്ഞു, സാർ ദാ ഇതിനകത്തോട്ട് കണക്ട് ചെയ്ത് സാറിന് ചാർജ് ചെയ്യാൻ കഴിയും. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിന്റെ എംപ്ലോയും ബോസും എന്തോ അത്ര ഫ്രണ്ട്ലി ആണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് മനസ്സിലാവുകയും ചെയ്തു. അതിനുശേഷം ബസ് ഉണ്ടെന്ന് അദ്ദേഹത്തിന്റെ വീടിന്റെ മുറ്റത്ത് നിർത്തുകയും അദ്ദേഹം ഇറങ്ങി പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ കീഴ് ജീവനക്കാരോട് ചോദിച്ചു, നിങ്ങളെല്ലാം വരുന്നു, നമുക്ക് ഇവിടെ തന്നെ ഒരുമിച്ച് നോയമ്പ് മുറിക്കാം എന്ന് സന്തോഷത്തോടെ വിളിക്കുകയും അപ്പോൾ ആദ്യം എല്ലാ എംപ്ലോയീസ് എല്ലാം പേടിച്ചിരിക്കുകയും ചെയ്തു. നിങ്ങൾ ആരും ഒന്നും വിഷമിക്കേണ്ട, വാ, നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്ത് ഞാൻ നിങ്ങൾക്കൊരു സഹായം ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും കടപ്പെട്ടവർ തന്നെ നമ്മൾ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ അവരെല്ലാം വിളിക്കുകയും അവരെല്ലാം ഇറങ്ങി ചെല്ലുകയും ചെയ്തു. ജീവനക്കാരെ എല്ലാം അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് സ്വീകരിച്ചതും സന്തോഷത്തോടെ അവരെ ഇറങ്ങി ചെല്ലുകയും ചെയ്തു. അപ്പോൾ ഇവരുടെ എല്ലാം മനസ്സും കണ്ണു നിറഞ്ഞു, ഞങ്ങളുടെ ബോസ് ഞങ്ങളെ വീട്ടിലോട്ട് വിളിച്ചല്ലോ എന്ന്. അങ്ങനെ നേരെ ബസ് വീട്ടിനകത്തോട്ട് കയറ്റിയെടുത്തുകയും വരൂ നമുക്ക് ആഹാരം കഴിക്കാം, നോയമ്പ് തുറക്കാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും ഇറങ്ങി വരികയും ഇതാണ് എന്റെ ഭാര്യയും മകള് എന്ന് പരിചയപ്പെടുത്തുകയും ഭാര്യയും മകളും അവരെ സന്തോഷത്തോടെ എംപ്ലോയീസിനെ എല്ലാം സ്വീകരിച്ചു ആഹാരം കഴിക്കാനായി ഡൈനിങ് ടേബിളിൽ അവിടെ വരികയും ചെയ്തു. അന്നേരം അതിലൊരു എംപ്ലോയിയുടെ വീട്ടിൽ നിന്ന് വിളിക്കുകയും അപ്പോൾ വീട്ടുകാർ അദ്ദേഹത്തിന്റെ നേരെ ബഹുമാനത്തോടെ റെസ്പെക്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ തിരിച്ച് അദ്ദേഹം റെസ്പെക്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ബോസിനോടുള്ള ഇത്ര എളുപ്പത്തെ ഇവർക്കൊക്കെ മനസ്സിലാവുകയും സന്തോഷത്തോടെ വീട്ടിൽ കഴിക്കുകയും ചെയ്തു. അങ്ങനെ സന്തോഷത്തോടെ അവരെല്ലാം നോയമ്പ് മുറിക്കുകയും ചെയ്തു. ഈ ബോസിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക.